രാജ്യത്തിന്റെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ പശ്ചിമ ബംഗാളിലാണ്, കൊൽക്കത്തയിൽ BJP ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന നബന്ന അഭിജാൻ മാർച്ച് റാലി ഇപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കും. നബന്ന എന്നാൽ സെക്രട്ടേറിയറ്റ് എന്നാണ്. സെക്രട്ടേറിയറ്റ് അഭിജാൻ മാർച്ച്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് എന്നാണ് ഈ നബന്ന റാലിയുടെ. നേരത്തെ തന്നെ BJP പ്രഖ്യാപിച്ചതാണ്. കൊൽക്കത്തയിൽ ഒരു ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിച്ച് മമത രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ വമ്പൻ റാലിയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്നത്. ഈ റാലിയിൽ CPMന്റെ പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. ഈ റാലി അക്രമാസക്തമാകും എന്നുള്ള കാര്യത്തിൽ BJPക്കും തൃണമൂൽ കോൺഗ്രസിനും ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത്തരം സ്റ്റേറ്റ്മെന്റുകളാണ് BJP നേതാക്കളുടെയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും 6000 പോലീസുകാരെയാണ് ഇപ്പോൾ ഈ മാർച്ച് തടയുന്നതിനായി വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം, ഈ മാർച്ചിനായി എത്തിയ BJPയുടെ പ്രവർത്തകരെ റെയിൽവേ സ്റ്റേഷനിലടക്കം പോലീസ് തടയുന്നത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നു. 4 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, അതായത് ABVPയുടെ 4 വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന് സുവേന്ദു അധികാരിയും പറയുന്നു. ഏതായാലും സംഘർഷം മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റാലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംഘർഷം ആരംഭിക്കുമോ എന്നുള്ള ഒരു വലിയ ഭീതിയിലാണ് കൊൽക്കത്ത നിവാസികളും പശ്ചിമ ബംഗാളിലുള്ള മറ്റ് ജനവിഭാഗം. കാരണം ഈ റാലിക്ക് വലിയ പിന്തുണ പല ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. BJP ആണ് ഈ റാലി നടത്തുന്നതെങ്കിലും പല തുറകളിലുള്ളവർ, കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ റാലിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.